നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു മനസ്സിന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, ഒരു ശ്രോതാവാകുക എന്നുള്ളത്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അതിനാണ് ആർക്കും സമയമില്ലാത്തത്. അപ്പൊ ദേ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദിവ്യശ്രീ സുധീറിനെയാണ്. 12 വർഷമായിട്ട് ദിവ്യ ഒരു ഡാൻസ് ടീച്ചറാണ്, സുംബ ക്ലാസ് ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ ഉപരിയായി ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. അപ്പോൾ ദിവ്യ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ദിവ്യയോട് ചോദിച്ചറിയാം. ദിവ്യയുടെ ഓഫീസിലേക്ക് നമുക്ക് പോകാം. ദിവ്യ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൈക്കോളജിസ്റ്റിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ആക്ച്വലി ഞാൻ ആദ്യം ടീച്ചിങ് ആയിരുന്നല്ലോ. അപ്പൊ ആ ടീച്ചിങ്ങില് സ്കൂളിലും കോളേജിലൊക്കെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത് കുട്ടികളുടെ ഇടയിൽ അവരുടെ കൂടെ നിന്നപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളുമായിട്ടാണ് ഓരോ കുട്ടിയും വീട്ടിൽ നിന്ന് വരുന്നത്. അവരുടെ ഇടയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം, ആളുകൾക്കൊരു കുറച്ചും കൂടെ ഒരു പ്രയോജനം കിട്ടുന്ന ഒരു കാര്യത്തിലോട്ട്. ടീച്ചിങ് പ്രയോജനം ഇല്ലെന്നല്ല, ടീച്ചിങ്ങിനോടൊപ്പം അതിന് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ ആ ഒരു കുട്ടികളുടെ മാനസികമായിട്ട് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് നേരിടുന്ന കുട്ടികളുണ്ടായിരുന്നു, അഡിക്ഷൻ ഉള്ള. അങ്ങനെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ഇതിലോട്ടൊന്ന് തനിക്ക് നോക്കിക്കൂടെ, അത് തനിക്ക് നല്ലപോലെ ഹെൽപ്ഫുൾ ആകും എന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു സൈക്കോളജിയുടെ ഫീൽഡിലോട്ട് ഞാൻ തിരിയാനുള്ള കാരണം. ഞാനൊരു 7 വർഷമായിട്ട് പുറത്തുള്ള ഹോസ്പിറ്റലിൽ, അതായത് ആദ്യം KVMന്റെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ഓൾറെഡി വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രാൻസാക്ഷൻ അനാലിസിന്റെ ഒരു സെന്റർ ഉണ്ടായിരുന്നു എറണാകുളത്ത്, ഒരു 3 വർഷത്തോളം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ തണ്ണീർമുക്കത്ത് ഇല്ലം ഓട്ടിസം സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റലിലായിരുന്നു. ഞാനൊരു കഴിഞ്ഞൊരു 3 മാസമായിട്ട് വീട്ടിൽ തന്നെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തതും ഇവിടെ തുടങ്ങിയതും. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇതെന്താ മാനസിക രോഗമാണോ അല്ലെങ്കിൽ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന കേസുകളിൽ എല്ലാവരും പറയും ആരും അറിയരുത്, കാരണം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ എന്ന് ചോദിച്ചോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ കൗൺസിലിംഗ് നമ്മൾ ഏത് പ്രായക്കാർക്കും കൗൺസിലിംഗ് ചെയ്യാം. അതായത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇപ്പൊ ഒരു അഡ്വൈസർ എന്നാണ് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളുടെ ലൈഫിൽ നമുക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വരും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആരുടെ അടുത്ത് നമ്മൾ ഹെൽപ്പിന് ചെല്ലണം, നമ്മുടെ മനസ്സിന് ഹാപ്പിനെസ് കിട്ടാൻ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളൊരു നല്ല അഡ്വൈസിങ്, നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ളൊരു വഴി തിരിച്ചുവിടുക എന്നുള്ളതാണ് മെയിനായിട്ടും ഒരു കൗൺസിലർ ചെയ്യുന്നത്. സൈക്കോളജി പഠിച്ച ഒരാളാവുമ്പോൾ അതിന് വേണ്ട കാരണം സൈക്കോളജിക്ക് ഒരു കൃത്യമായ മെത്തേഡ് ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കൃത്യമായ ഒരു ആൻസർ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, ഗ്രൂപ്പ് കൗൺസിലിംഗ് ഉണ്ട്. അതായത് ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ്, അപ്പൊ അത് നമ്മൾ ഗ്രൂപ്പായിട്ട് കൗൺസിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗ്രീഫ് കൗൺസിലിംഗ് ഉണ്ട്. അതായത് നമുക്ക് വേണ്ടപ്പെട്ട, ഇപ്പൊ നമ്മളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് പെട്ടെന്ന് മരണപ്പെട്ടാൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ അതിനുള്ള കൗൺസിലിംഗ്. ജെറിയാട്രിക് കൗൺസിലിംഗ് ഉണ്ട്, അതായത് റിട്ടയർമെന്റ് ലൈഫായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോൺലിനെസ്, കപ്പിൾ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ട്രോമ, ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമ, അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ലേണിംഗ് ഡിസബിലിറ്റി, പലതരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അപ്പൊ അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള ബിഹേവിയറൽ തെറാപ്പികൾ, CBT ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ കപ്പിൾസിന്റെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസിന് വരെ, ഫോൺ അഡിക്ഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസുമായിട്ട് വരുന്നവരുണ്ട്. അതുപോലെ ഇലിസിറ്റ് റിലേഷൻഷിപ്സ്, അങ്ങനെ ഡ്രഗിന്റെ യൂസേജ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനിവിടെ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്.